നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ പൊന്നു ചേട്ടാ, പൊന്നു ചേച്ചി, ഒന്ന് നിർത്തോ? ചേട്ടച്ചാ, എന്താ പുതിയ ബിസിനസ് പ്ലാൻ? ആഹാ, കിളിക്കുഞ്ഞിനും നാക്കുമുളച്ചല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ഞാൻ എപ്പോഴും ചേട്ടച്ചന്റെ യൂണിയനാ. ആരായിരുന്നു ഫോണില്? ദീർഘ സംഭാഷണമായിരുന്നല്ലോ. വല്ല ചുറ്റിക്കളിയുമാണോടി? ചേച്ചിയമ്മ, ആ ഇവക്ക് ഇങ്ങനെ ചിന്തിക്കാനേ അറിയത്തുള്ളൂ സില്ലുമോളെ. 80 വയസ്സുള്ള ഒരു തള്ള എന്റെ ഒപ്പം ബസിന്റെ സീറ്റിൽ ഇരുന്നതിന് 3 ദിവസം കലാപം ഉണ്ടാക്കിയവളാ ഇവള്. വിളിച്ചതേ നിത്യായിരുന്നു. പിന്നെ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ശരത്തേട്ടന്. അവര് ഈ രാത്രിയിൽ എവിടെ പോയി? ശരത്തേട്ടൻ താമസിക്കുന്നതേ നിത്യയുടെ വീട്ടിൽ തന്നെയാണ്. കല്യാണത്തിന് മുൻപ് നിത്യയുടെ വീട്ടിലോ? അതത്ര നല്ല കീഴ്വഴക്കമല്ലല്ലോ. അതെ, ആ കുട്ടിയും വീട്ടുകാരും അതിന് സമ്മതിച്ചത് എന്തിനാ? അല്ല, ഈ ശരത്തെന്ന് പറയുന്ന ആൾക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലേ? സ്വന്തമായിട്ടൊരു വില്ല ശരത്തേട്ടൻ പണിഞ്ഞോണ്ടിരിക്കുവാ, അതും നിത്യയുടെ പേരില്. പിന്നെ ശരത്തേട്ടന് സ്വന്തമായിട്ട് ആരുമില്ല, അതുകൊണ്ടാ. അയ്യോ പാവം. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് അവിടെ താമസിക്കുന്നതായിരുന്നു നല്ലത്. എന്റെ പൊന്നളിയ, ഇത് പഴയ കാലമൊന്നുമില്ല, ഡിജിറ്റൽ യുഗമാ. ലിവിങ് ടുഗദർ യുഗം. എന്താ ലിവിങ് ടുഗദർ? ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരു സ്വഭാവം സിലുവിനുണ്ട്. സൗഹൃദങ്ങളിൽ അത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കാഞ്ചനെ, കാഞ്ചനെ, കാഞ്ചനെ. എന്താ ചേട്ടാ? നീ ആ ഒളിച്ചു വെച്ചിരിക്കുന്ന പൊട്ടെടുത്ത് ആദ്യം നെറ്റിയിലൊട്ടി. സത്യമായ പ്രാർത്ഥനയായിരുന്നോ അതോ നീതിമാനായ ദൈവത്തെ കൂട്ടുപിടിച്ച് ആരുടെയെങ്കിലും നാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു? നാശത്തിനോ? ആരുടെ നാശത്തിന്? എന്റെ, അല്ലാതെ ആരുടെയാ? എന്താ ഡാഡി? എന്ത്? എന്താ അപ്പച്ചിയുടെ മുറിയിൽ ഒരു പരിശോധന? ചില പരിശോധനകൾ അനിവാര്യമായിട്ട് വന്നിരിക്കുക. ഞാൻ നിന്റെ അപ്പച്ചിയുടെ രഹസ്യ ദേവാലയം ഒന്ന് കാണാനിറങ്ങിയതാ. അല്ല,
ഞാനിപ്പോ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? എന്താ ഡാഡി, അപ്പച്ചി ചെയ്തതിൽ എന്താ തെറ്റ്? എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിനെ ഇവിടെ ആരും എതിർക്കുന്നില്ല. പക്ഷേ ജൂദാസിന്റെ അമ്മയുടെ സ്വഭാവമുള്ള ഇവളുടെ കയ്യിൽ ബൈബിൾ ഇരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സംശയം. ഏട്ടൻ അങ്ങനെയൊന്നും പറയരുത്. പഴയ കഥകളൊക്കെ ഏട്ടനും അറിയാലോ. അറിയാം. അതുകൊണ്ട് തന്നെ പുതിയ നിയമങ്ങളുടെ പെരുമ്പറ മുഴക്കം എവിടെ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് കാതോർത്താൻ ഞാൻ കഴിയുന്നത്. ഒരിക്കൽ എന്നെ നെടുകെ പിളർത്തി പോയവളാണ് നീ. അന്നും നിന്റെ കയ്യിൽ വിശുദ്ധ പുസ്തകം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നിന്റെ നെഞ്ചിൽ ക്രിസ്തു ഉണ്ടായിരുന്നില്ല, പകരം യൂദാസായിരുന്നു. വെട്ടിപ്പിടിക്കാൻ വെമ്പൽ കൊണ്ട് വീണു പോയവൾ. എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ മുഖം തിരിക്കാതിരുന്നതും നിനക്ക് വേണ്ടി ഒരു മുറി ഒഴിച്ചിട്ടതും രണ്ടുപേരുടെയും ഞരമ്പിലോടുന്നത് ഒരേ ചോരയാണെന്ന പരിഗണന കൊണ്ട് മാത്രമാണ്. ആ ദയയെ നീ എന്റെ ദൗർബല്യമായിട്ട് കാണരുത്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ ഏട്ടൻ പറയുന്നത്? വല്ലപ്പോഴും 4 വരി സങ്കീർത്തനം വായിക്കണം നിർത്തണോ? അതല്ല ഞാൻ പറഞ്ഞത്. നീ വായിക്കണം, പരസ്യമായിട്ട് നമ്മുടെ പൂജാമുറിയിൽ നിന്ന് തന്നെ നീ വായിക്കണം. അല്ലാതെ അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്ന് ഒളിച്ചും പതുങ്ങിയും വായിക്കേണ്ടതല്ലോ. പ്രാർത്ഥനയാണോ സാത്താൻ സേവയാണോ ആ മുറിയിൽ നടക്കുന്നതെന്ന് ഞാൻ അറിയണ്ടേ? കാരണം ഇത് അന്തിക്രിസ്തുവിന്റെ കാലമാണ്. നീ പല്ല് കടിച്ചു പൊട്ടിക്കൊന്നും വേണ്ട. അത് പൊട്ടിയാൽ നന്നാക്കാനുള്ള കാശ് ഞാൻ തരണമല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, നിന്റെ നിഗൂഢമായ ചില നീക്കങ്ങളും അടക്കിപ്പിടിച്ച ഫോൺ സംഭാഷണങ്ങളും ഒന്നും ഇനി ഇവിടെ വേണ്ട. ആരോ ഒരാൾ നിന്റെ പിന്നിലുണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ ഇല്ല. സാരമില്ല, ഞാൻ കണ്ടെത്തിക്കോളാം. ഒരവകാശവാദങ്ങളും ഇല്ലാതെ നിരുപാധികം നിർദോഷം ഇവിടെ കഴിയാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ നിന്റെ രഹസ്യങ്ങളുടെ ആമാടപ്പെട്ടിയും ചുമന്നുകൊണ്ട് ഈ പടി ഇറങ്ങിക്കോണം. അറിയാലോ, കള്ളപ്പുരോഹിതന്മാരെ പള്ളിമേടയിൽ നിന്നും ചാട്ടവാർ കൊണ്ടാണ് അടിച്ചിറക്കിയത്. എന്നെക്കൊണ്ട് നീ ആ ചാട്ടവാർ എടുപ്പിക്കരുത്. പോയിക്കോ. ഡാഡി പറഞ്ഞതൊക്കെ കൂടിപ്പോയി. നീ എന്നെ പഠിപ്പിക്കണ്ട. ഒരുപാട് ഹൃദയങ്ങൾ തുറന്നു കണ്ടിട്ടുള്ള ഡോക്ടർ ജയശങ്കറിന് ചിലരുടെ ഹൃദയത്തിലെ പദ്ധതികൾ ECG രേഖകൾ പോലെ തെളിഞ്ഞു കാണാൻ കഴിയും. അല്ല ഡാഡി, നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ വാരിക്കുഴിയിൽ വീണ കാട്ടാന ചരിഞ്ഞു. ഇതുകൊണ്ട് എന്തു മനസ്സിലായി? യുദ്ധത്തിൽ പ്രധാനം ശക്തിയല്ല, ബുദ്ധിയാണ്. അത് കലക്കി. വാരിക്കുഴി ഒരുക്കാൻ മിടുക്കനാണല്ലോ. മനസ്സിലായില്ല? അപ്പച്ചിയെ ഡാഡിയെ കൊണ്ട് ചീത്ത പറയിപ്പിച്ചപ്പോ തൃപ്തിയായില്ലേ? ആ, ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം കിട്ടും. അത് നിന്റെ അപ്പച്ചി ഒളിച്ചിരുന്ന് വായിക്കുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഞാനല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ഏതോ പള്ളി സെമിത്തേരിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ അപ്പച്ചിയെ കണ്ടു, അത്രയല്ലേ ഉള്ളൂ. അത് ഉടനെ ചെന്ന് ഡാഡിയോട് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തു പറയണം, എന്ത് ചിന്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. എന്റെ കണ്ണ്, കാത്, നാവ്, തലച്ചോറ് ഇതൊന്നും ഞാൻ ആർക്കും പണയം വെച്ചിട്ടില്ല. മുത്തശ്ശി എന്തിനാ സെമിത്തേരിയിൽ പോയത്? കേട്ടിട്ടെന്നെ പേടിയാവുന്നു. മോള് അപ്പുറത്തേക്ക് പോ, അച്ഛൻ വരാം. അപ്പച്ചിയെ നിനക്ക് പ്രൊട്ടക്ട് ചെയ്യാം, എന്നോട് യുദ്ധം ചെയ്യാം, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒരു കവറിംഗ് ഫയർ നടത്താം. പക്ഷേ ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ? സെമിത്തേരിക്ക് മുൻപിൽ ഞാൻ കണ്ട നിന്റെ അപ്പച്ചിയുടെ കണ്ണുകളിൽ നിന്നും എനിക്ക് കിട്ടിയത് അപകടകരമായ ചില സിഗ്നലുകളാണ്. എന്റെ സിഗ്നലുകൾ? അവരുടെ തലച്ചോറിൽ നിന്നും എനിക്ക് കിട്ടിയ തരംഗങ്ങൾ ഒരു മനോരോഗിയുടേതായിരുന്നു. അപകടകാരിയായ ഒരു മനോരോഗിയുടെ. ഒരു ഡോക്ടറായി എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇല്ലാ കഥ മെനഞ്ഞുണ്ടാക്കരുത്. നിന്റെ അപ്പച്ചിയെ പറ്റി ഇല്ലാ കഥ പറഞ്ഞിട്ട് എനിക്കെന്ത് കാര്യം?
സമർത്ഥരായ സൈക്കോകളാണ് ഏറ്റവും നല്ല അഭിനേതാക്കൾ. അവർക്ക് അവരെ നന്നായിട്ട് ഒളിപ്പിച്ച് പിടിക്കാൻ അറിയാം. പക്ഷേ നന്നായി ഒബ്സർവ് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് അവരുടെ ചലനങ്ങളിൽ നിന്ന്, അതായത് നടപ്പിന്റെ വേഗം കൊണ്ട്, കൃഷ്ണമണിയുടെ പെടപ്പ് കൊണ്ട്, പുഞ്ചിരിയുടെ രീതി കൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും.